എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും അറിയുകയും ചിന്തിക്കുകയും വേണ്ടുന്ന ഒരു വിഷയത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ പാസ്പോർട്ട്. ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് തന്നിട്ടുള്ള ഒന്നാണ്. ഇത് യാത്ര ചെയ്യാനും നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഏത് രാജ്യത്തെ പൗരനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പാസ്പോർട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അത് ഇന്ത്യയിലെന്നല്ല, വിദേശ രാജ്യങ്ങളിലായിരുന്നാലും ഏത് രാജ്യക്കാരും, ഇപ്പോൾ വിദേശ ഇന്ത്യയിൽ വന്നിരുന്നാലും ആ പാസ്പോർട്ട് നോക്കിയാണ് ഏത് രാജ്യക്കാരനാണെന്ന് തിരിച്ചറിയുന്നത്. അത് ഏത് രാജ്യത്തെ പൗരത്വമുള്ള ആളാണെന്ന് തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അതുപോലെ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് തന്നിരിക്കുന്ന ഈ പാസ്പോർട്ടിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്നുള്ള രേഖകൾ, അതുപോലെ തന്നെ മറ്റുള്ള പ്രൂഫുകൾ ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞാണ് പാസ്പോർട്ട് കിട്ടുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പാസ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കാം പോലീസ് വെരിഫിക്കേഷൻ നടക്കുന്നത്. എന്തായിരുന്നാലും ക്രിമിനൽ അല്ല. അതുപോലെ പഞ്ചായത്തിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വസ്തുവിൻ്റെ കരം, അതുപോലെ തന്നെ മറ്റുള്ള രേഖകളൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ പറയുന്ന കാര്യമെന്ന് പറഞ്ഞിരുന്നാൽ പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള ഒരു രേഖയല്ല, ഇത് വെറും യാത്രാ രേഖയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, വിദേശത്ത് ജോലി ചെയ്യുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പല രാജ്യങ്ങളിലായിട്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുമായിട്ടൊക്കെ. അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇത് വെറും ഒരു യാത്രാ രേഖയാണെങ്കിൽ അവിടെ പോയി മരണപ്പെടുന്ന ആൾക്കാരുടെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏത് രാജ്യത്തേക്കാണെന്ന് പറഞ്ഞ് എങ്ങനെ കൊണ്ടുപോകും? ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ എംബസി ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണല്ലോ ആ ബോഡി ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇതൊരു യാത്രാരേഖ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ഒട്ടനേകം പേര് നമ്മുടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ രേഖ കൊടുത്തിരിക്കുന്നത്? ഇന്ത്യൻ പൗരനെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്കും പാസ്പോർട്ടല്ലേ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി സെറ്റിലായ ഒരുപാട് ആൾക്കാരുണ്ട്. സിംഗപ്പൂരിലും ലണ്ടനിലും പല രാജ്യങ്ങളിലും പോയിട്ട്, അമേരിക്കയിലടക്കം പോയിട്ട് അവിടുത്തെ പൗരത്വം സ്വീകരിച്ച ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ആ രാജ്യക്കാർ എങ്ങനെയാണ് പൗരത്വം കൊടുത്തിരിക്കുന്നത്? അത് പൗരത്വമല്ലേ? അല്ലാതെ ഈ പാസ്പോർട്ട് പറയും യാത്രാരേഖയാണെന്ന് പറയുന്നതിന് അതിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നാട്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് പറയുന്നത്, നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാത്ത ആൾക്കാർ, ഇപ്പോൾ സർക്കാർ ജോലികൾ ആയിരുന്നാലും അല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും കേരളത്തിനകത്തും പുറത്തുമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒരു സ്ഥലത്തും സ്ഥിരമല്ല, അവർക്ക് ട്രാൻസ്ഫർ കിട്ടിക്കൊണ്ടേയിരിക്കും. അവർ പല സ്റ്റേറ്റുകളിലും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോൾ അവർക്ക് നിശ്ചിതമായ ഒരു സ്ഥലത്ത് താമസിച്ച് ഈ വെരിഫിക്കേഷൻ വരുമ്പോൾ അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തള്ളിക്കളയുകയും അവർ ഇന്ത്യൻ പൗരനല്ല എന്ന് പറയുവാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് സമയം കൊടുക്കുകയും അവരുടെ രേഖകൾ തിരഞ്ഞെടുത്ത് നോക്കേണ്ടുന്നത് അതായത് പഞ്ചായത്തുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, അതുപോലെ സിറ്റി കോർപ്പറേഷൻ, ഇങ്ങനെ ഓരോ തലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ രേഖകളെല്ലാം അവിടെയുണ്ട്. അതുപോലെ പഞ്ചായത്തിൽ നോക്കിയാൽ അറിയാം ഇന്ത്യൻ പൗരനാണോ ഇല്ലയോ എന്ന്. ഇന്ത്യക്കകത്തുള്ള ഏത് പഞ്ചായത്തിൽ നോക്കിയാലും അറിയാം. കാരണം 100 വർഷം വരെയുള്ളതായ റെക്കോർഡുകൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരു പക്ഷേ ഈ പഞ്ചായത്തുകളിലുണ്ട്, അതുപോലെ മുനിസിപ്പാലിറ്റികളിലുണ്ട്, അതുപോലെ സിറ്റി കോർപ്പറേഷനകത്തും കാണും. ഈ വ്യക്തി അവിടെ താമസിക്കുന്നു, കുടുംബമായിട്ട് താമസിക്കുന്നു, എത്ര പേരുണ്ട്, റേഷൻ കാർഡ്, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഈ റെക്കോർഡ് എടുത്താൽ അറിയാം ഈ വ്യക്തി മലയാളിയാണോ, തമിഴനാണോ, തെലുങ്കനാണോ എന്നുള്ളതിനെക്കുറിച്ചും അവർ എത്ര വർഷമായിട്ട്, 100 വർഷത്തെ ഇതെന്ന് പറയുമ്പോൾ 1-2 തലമുറ നിങ്ങൾ വെച്ചോ, കണക്കൂട്ടി നോക്ക്. വളരെ സിമ്പിളായിട്ട് കാര്യം കഴിയില്ലേ? അല്ലാതെ ഇത് കണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ റിപ്പോർട്ട് ഇറക്കുക, യുദ്ധഭീഷണി പോലെ ആൾക്കാരെ ഭയപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഇതൊന്നും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇത് വളരെ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ ഈ രേഖകളില്ല എന്ന് പറയുന്നവർക്ക്, ഇപ്പോൾ പഞ്ചായത്തിലും മറ്റും ഉൾപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടുന്ന രേഖകൾ കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഭൂമിയില്ലാത്തവരോ വീടില്ലാത്തവരോ ഒക്കെ ആയിരിക്കാം, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. പിന്നെ അന്വേഷണത്തിന് വിധേയമാക്കാം. അതായത് ബംഗ്ലാദേശിൽ നിന്നും നേരെ ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി അതിന് വേണ്ടുന്ന ചുമതലകൾ ഏർപ്പെടുത്തുകയും അവരെയൊക്കെ തിരിച്ചറിയുകയും തന്നെ വേണം. അങ്ങനെയുള്ള നുഴഞ്ഞുകയറ്റക്കാരെ നമ്മൾ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കേണ്ട, അവരെ പുറന്തള്ളണം. അപ്പോൾ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് ബംഗ്ലാദേശുകാരും അതുപോലെ തന്നെ ബംഗാളികളും ഒക്കെ ഉണ്ട്. ഇതിൽ ബംഗ്ലാദേശുകാരനാര്, ബംഗാളി ആര് എന്തെന്നും അറിയാൻ വയ്യ. അപ്പോൾ അതൊക്കെ തിരിച്ചറിയേണ്ടെന്ന് ആവശ്യമുണ്ട്. പക്ഷേ ഈ പാസ്പോർട്ട് ഒരാളിൻ്റെ ഇതല്ല എന്ന്, അതായത് പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ നാഷണാലിറ്റി എഴുതിയിട്ടുണ്ട്, അത് ഇന്ത്യൻ. ഞാൻ ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരനായതുകൊണ്ട് എൻ്റെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ദേശീയത, ഏത് ദേശത്തുള്ളവരാണ്, അതുപോലെ തന്നെ ആ ദേശത്തിലുള്ള നാഷണാലിറ്റി. ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് ഇന്ത്യൻ എന്നല്ലേ ഇത് എഴുതി തരുന്നത്.
ഇതാണല്ലോ ഗൾഫിൽ പോകുമ്പോഴത്തേക്കും അവിടെ അവർ നോക്കിയിട്ട് ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നത്, ഇന്ത്യൻ എംബസിയിൽ പോയാൽ അംഗീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ്. ഒരു സുഡാനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്തിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നീ ഇന്ത്യക്കാരനല്ല സുഡാനിയാണെന്ന് പറയാം. സുഡാനിക്ക് സുഡാനി എന്നല്ലേ പറയുള്ളൂ, ഇന്ത്യക്കാരന് സുഡാനി എന്നവർ പറയത്തില്ലല്ലോ, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോകുന്നവർ പറയുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതായ ഡിപ്ലോമാറ്റിക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രതിനിധികളുണ്ട്. അവർ ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരല്ല. പല രാജ്യങ്ങളിലും പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അവർക്ക് ഔദ്യോഗികമായിട്ട് ജോലി കിട്ടുന്ന എംബസികളിലും മറ്റുമൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ സ്ഥിരമായിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാരല്ല, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ പേരുകളെല്ലാം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരില്ലേ? അതേ അവരെയും പേരുകളൊക്കെ കട്ട് ചെയ്ത് കളയും. അതെങ്ങനെയാണ്? ആ ഡിപ്ലോമസിയെക്കുറിച്ചൊന്ന് അറിയാനുണ്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കാനും അറിയാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംസാരിക്കുന്നത്. അല്ലാതെ കണ്ടിട്ട് ഇത് കണ്ണടച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമല്ല. എല്ലാം നിയമപരമായ രീതിയിൽ പോട്ടെ. ഇതിനൊക്കെ സിമ്പിളായ വഴികളുണ്ട്. അല്ലാതെ അർദ്ധരാത്രി ഗൂഗിൾ വിളിച്ചുകൊണ്ട് നാളെ മുതൽ അതില്ല ഇതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് പൊറുതിമുട്ടി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വിലക്കയറ്റം, അതുപോലെ പെട്രോൾ ഡീസലിൻ്റെ ഗ്യാസിൻ്റെ വിലക്കയറ്റം, ഇതെല്ലാം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യത്തിന് ഔദ്യോഗിക തലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ദിവസത്തിനകത്ത് ഈ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ കണ്ടിട്ട് ഒരാവശ്യത്തിന് ചെല്ലുമ്പോഴത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റിന് ഒരു മാസം 2 മാസം ഇങ്ങനെ നടത്തിക്കരുത്. അത് തികച്ചും തെറ്റാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലങ്ങളിൽ ജോലിക്കിരിക്കുന്ന ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അവരുടെ ജോലികൾ കൃത്യമായും ചെയ്യണം. അവിടെ കൈക്കൂലി ചോദിക്കാനും മേടിക്കാനും പോകരുത്. കൈക്കൂലി ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ആപത്താണ്. ഇന്നത്തെ കാലത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നാൽ ജോലി പോകും. അതുകൊണ്ട് കൈക്കൂലി മേടിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ജോലി, സാധാരണപ്പെട്ടവനാണ്, ഈ അദാനിയും അംബാനിയും ഒന്നുമല്ല എല്ലാവരും. പാവപ്പെട്ട തൊഴിലാളികളുണ്ട്. അവർ ഒരു ദിവസം കൂലിക്ക് പണിക്ക് പോയി കിട്ടുന്നത് 600 രൂപ 700 രൂപ 1000 രൂപയൊക്കെയാണ്. ഇത് കൊണ്ടുവന്നിട്ടാണ് പിന്നെ വീട്ടുകാരം കൊടുക്കുന്നത്, അതുപോലെ മറ്റുള്ള കരങ്ങൾ കൊടുക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കുന്നത്, കാര്യങ്ങളൊക്കെ ഈ പൈസ കൊണ്ടാണ്. ഈ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരുത്തൻ്റെ ജോലി പിന്നെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ 6 മാസം കഴിഞ്ഞു വാ, 4 മാസം കഴിഞ്ഞു വാ, 2 മാസം കഴിഞ്ഞു വാ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളവിടെ ഇരിക്കുന്നതിന് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞങ്ങൾ തരുന്ന നികുതിയാണ്. ഞങ്ങളെപ്പോലെ എന്നെപ്പോലെയുള്ള കൂലിപ്പണിക്കാരൻ കൊണ്ടുവരുന്ന നികുതി പണമാണ് നിങ്ങൾക്ക് മേശയുടെ മുകളിൽ കെട്ടുകണക്കിന് അവിടെ കൊണ്ട് കെട്ടിവെച്ച് തരുന്നത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടതുമില്ല. അതുകൊണ്ട് പിന്നെ സർക്കാരിൻ്റെ തലങ്ങളിൽ പാവപ്പെട്ടവൻ്റെ ആവശ്യങ്ങളുമായി കടന്നു വരുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കത്തക്ക രീതിക്ക് പിന്നെ അതുപോലെ തന്നെ കേരള പിന്നെ മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും അതുപോലെ അതോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥരും കണ്ണ് തുറന്ന്, ഞാൻ പറയുന്ന വാക്കുകൾ കാത് ശരിക്ക് തുറന്ന് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിരിക്കണം. പഞ്ചായത്തിൽ ചെന്നാലും ശരി, വില്ലേജ് ഓഫീസിൽ ചെന്നിരുന്നാലും ശരി, എവിടെ പോയിരുന്നാലും ശരി, താലൂക്ക് ഓഫീസിലായാലും എവിടെയായാലും റേഷൻ കാർഡ്, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മറ്റേ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ മാന്യമായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ സഹകരിക്കണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വളരെ നന്ദി.